മുഹമ്മദ് എന്ന് വിളിച്ചുകൂടാ. എന്നാൽ ജീവിതകാലത്ത് സ്വഹാബത്ത് ധൈര്യപ്പെടാത്ത ആ ഒരു വിളി, മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചോളൂ എന്ന് ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഏത് ദീനിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഏത് ദീനനുസരിച്ചാ അള്ളാന്റെ റസൂലിന് എപ്പോഴും യാ മുഹമ്മദ് എന്ന് വിളിച്ചോളൂ എന്ന് പറയുന്നത്? പാടുണ്ടോ? പാടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യാ മുഹമ്മദ് എന്ന് ഇവിടെ നിന്നും വിളിക്കാൻ പാടില്ല, എവിടെ നിന്നും വിളിക്കാൻ പാടില്ല. ആ വിളി തന്നെ അനാദരവാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇതാ ഇത്രയൊക്കെ സ്ഥാനം നമ്മൾ കൽപ്പിക്കുന്ന നമ്മുടെ നേതാവ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമ്മേക്കാളൊക്കെ ഏറ്റവും മഹബ്ബത്ത് ആർക്കാ ഉണ്ടായിരുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടിയ, അവിടുത്തെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണിമുത്തുകളെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ, അവിടുത്തെ ശരീരത്തെ ഒന്ന് തൊടാൻ ഭാഗ്യം കിട്ടിയ, അവിടുത്തെ സദസ്സിലൊന്ന് പോയിട്ടൊന്നിരിക്കാൻ അവസരം കിട്ടിയ മഹാന്മാര് കഴിഞ്ഞു പോയിട്ടില്ലേ? അവരല്ലേ സ്വഹാബാ കിറാം വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബത്തില്ലേ, ആ സ്വഹാബാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രഗൽഭരായ സ്വഹാബിമാരടക്കം ആയിരക്കണക്കിന് സ്വഹാബാക്കൾ, അവരൊക്കെ നബിയെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാനാകുമോ? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശത്തെ മാത്രമല്ല സ്നേഹിച്ചത്, അവിടുത്തെ ശരീരത്തെയും സ്നേഹിച്ചവരാണ്. ആ പ്രത്യേകത ലോകത്തൊരു മനുഷ്യനുമില്ല. നബിതങ്ങൾ ഉളൂ ചെയ്യുമ്പോ ഇറ്റി വീഴുന്ന വെള്ളം അവർ തിരക്ക് കൂട്ടിയിട്ടുണ്ട് സഹാബത്ത്, അതവർ ശരീരത്തിൽ തടവിയിട്ടുണ്ട്. ഓ മുജാഹിദേ, നിങ്ങളിപ്പോ ഇതൊക്കെ പറയാൻ തുടങ്ങിയോ? ഇപ്പൊ പറയുന്നതല്ല, പണ്ടേ പറഞ്ഞതാണ്. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിലെ അവിടുത്തെ മുടിയുടെയോ അവിടുത്തെ വിയർപ്പിന്റെയോ ഏതെങ്കിലും മഹത്വം പറഞ്ഞിട്ട് ഇക്കാലഘട്ടത്തിലെ ഏതെങ്കിലും ഔലിയപ്പാപ്പ എന്ന് പറയുന്നവരുടെ തുപ്പല് നക്കാൻ, അവരുടെ മുടിയെടുക്കാൻ, അവരുടെ വസ്ത്രം ചുംബിക്കാൻ, അവരുടെ മേനി ചുംബിക്കാൻ അത് ഇസ്ലാമിൽ രേഖയല്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അത്രയും ബഹുമാനമുണ്ടായിരുന്ന സഹാബത്ത് ആ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഒരിക്കലെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പോലും മുടി സൂക്ഷിച്ചു വെച്ചിട്ടില്ല, അവിടുത്തെ വിയർപ്പെടുത്തു പുരട്ടിയിട്ടില്ല, അവിടുന്ന് ഉദുവെടുക്കുന്ന വെള്ളത്തിന് വേണ്ടി തിരക്ക് കൂട്ടിയിട്ടില്ല. ആരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? അബൂബക്കറുൻ ഫിൽ ജന്ന. അബൂബക്കർ സ്വർഗ്ഗത്തിലാണ്, ഉമർ സ്വർഗ്ഗത്തിലാണ്, ഉസ്മാൻ സ്വർഗ്ഗത്തിലാണ്, അലി സ്വർഗ്ഗത്തിലാണ്, സഅദ് സ്വർഗ്ഗത്തിലാണ്, സഈദ് സ്വർഗ്ഗത്തിലാണ് എന്നിങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹാന്മാരായ സ്വഹാബാക്കളുടെ എങ്കിലും മുടിയോ തുപ്പുനീരോ ആ നിലക്ക് സഹാബിമാര് ഈ കാലത്തുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകതകളാണ് പറഞ്ഞു വരുന്നത്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ സ്നേഹിച്ചവരാണ്. യുദ്ധരംഗത്തതാ പ്രവാചകന്റെ ശരീരത്തിനൊരു പോറലേൽക്കുന്നത് പോലും സഹിക്കാനാവാത്ത സഹാബിമാര് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അമ്പെയ്യുമ്പോ, വാളുകൊണ്ട് വെട്ടാനൊങ്ങുമ്പോ, കുന്തം കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കാനൊരുങ്ങുമ്പോ അതാ സ്വഹാബത്ത് നബിതങ്ങളുടെ ചുറ്റുഭാഗത്തും മനുഷ്യമതിൽ സൃഷ്ടിക്കുന്നു. അവരുടെ ശരീരം കൊണ്ടാണ് അവർ അമ്പേറ്റ് വാങ്ങുന്നത്. ഹബീബിന്റെ ഒരു രോമകൂപത്തിന് പോലും ഒന്നും പറ്റാൻ പാടില്ല. അവിടുത്തെ ശരീരത്തിൽ പറ്റുന്നതിന്റെ മുമ്പേ ഞങ്ങളെയൊക്കെ കൊന്നിട്ട് വേണം ഞങ്ങളെ ഹബീബിനെ തൊടാനെന്ന് സ്നേഹം കാണിച്ച ബഹുമാന്യരായ സ്വഹാബാ കിറാം. അവരുടെ നാലയലത്തെത്താൻ കഴിയുമോ? നമുക്ക് ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് സാധ്യമല്ല. അവിടുത്തെ ശരീരത്തെ സ്നേഹിച്ചവരാണ്, ആദർശത്തെ സ്നേഹിച്ചവരാണ്. അങ്ങനെയുള്ള സ്വഹാബത്ത് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചത്? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ വിശ്വസിച്ചത്? അല്ലാഹുവിനെ പറ്റി വിശ്വസിക്കും പോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും എല്ലാം കേൾക്കാൻ കഴിയുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടുണ്ടോ? എല്ലാം കാണാൻ
കാണാൻ കഴിവുണ്ടെന്ന് സഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ടോ? അവിടുന്ന് എല്ലാ വിളികളും കേൾക്കുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? അവിടുത്തേക്ക് എല്ലാത്തിനും കഴിയുമെന്ന് സഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ടോ? ജീവിതകാലത്ത് പോലും, പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ജീവിതകാലത്ത് പോലും ഒരൊറ്റ സ്വഹാബ പുരുഷനും ഒരൊറ്റ സ്വഹാബ വനിതയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എല്ലാം കാണാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, എല്ലാം കേൾക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, എല്ലാത്തിനും കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല.